ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്ക്കിൻ്റെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കുകയാണ് ഗൈസ്. ഇതാണ് ഷെയ്ക്കിൻ്റെ വണ്ടി ഗൈസ്. ഈ ഗ്രീൻ സിവിക്കാണ് ഇത്. പ്രത്യേകിച്ചൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഗൈസ്. ചോക്ക് എഡിഷനാണ് ഗൈസ്. പിന്നെ ഇതിൽ ഫ്രണ്ട് ബോഡി കിറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ വരുന്നത് ഇതിൽ ഗ്രീൻ കളർ അടിച്ച് ലോവർ ചെയ്ത് നൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പോയിലർ വെക്കണം ഗൈസ്. അതാണ് വേറെ പ്രത്യേകിച്ച് പരിപാടി. അപ്പോൾ ശരിക്കും എന്നാൽ നമുക്ക് മെല്ലനെ വിടാമല്ലേ. എൻ്റെ വണ്ടീൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു കൊടുക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്നെ അറിയാമല്ലോ അല്ലേ ഗൈസ്. നമ്മുടെ വണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്കെന്നാ പോയേക്കല്ലേ? എന്നാൽ നമുക്ക് പോയേക്കടാ. അപ്പോൾ ഗൈസ് നമ്മളെന്നാൽ ഇവിടെ നിന്ന് മെല്ലനെ പോവുകയാണ് ഗൈസ്. ഫ്രണ്ടിൽ പോട്ട് നമുക്ക് മെല്ലനെ ബാക്കിൽ വിടാം ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി സിറ്റി 1 പോകുന്നത്. അവിടുത്തെ ഷോറൂമിലാണ് നമ്മുടെ വണ്ടി ചെക്കൻ്റെ വണ്ടി കൊടുക്കുന്നത് ഗൈസ്. നമ്മൾ ഓഡിയോ കണക്റ്റ് ആക്കിയിട്ടാണുള്ളത്. അവിടെ എനിക്ക് പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ആണോ, എനിക്ക് കേൾക്കുന്നുണ്ട്. നീ മെല്ലനെ ബാക്കിൽ ഞാൻ പറപ്പിക്കട്ടെ. എന്നാൽ മെല്ലനെ പോയാൽ വേടാ, വില തിരക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ സിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത് ഗൈസ്. ഇനി കുറേ ദൂരമുണ്ട് സിറ്റിയിലേക്ക്. സിറ്റി 1 CPM സർവീസ് എന്ന വർക്ക്ഷോപ്പിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നാൽ നിനക്ക് പറയാനുള്ളത് നിൻ്റെ വണ്ടി കൊടുക്കുന്നതായിട്ട്? ഒന്നും പറയാനില്ല. എൻ്റെ വണ്ടി നീ ഇറങ്ങുമ്പോൾ നോക്കിക്കോ. നൈസ് വണ്ടി ആയിരിക്കും. എല്ലാം വായും തുറന്നിട്ട് നോക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ശരി തന്നെ. നീ എന്നെ പൈസ കൊടുത്തോളാം. എന്നോട് ചോദിക്കാൻ പറയണേ ലാസ്റ്റ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാവും? അണ്ണനല്ലേ പൈസ എടുക്കണ്ടേ, ഞാനെങ്ങനെ പൈസ എടുക്കാനാന്ന് പറഞ്ഞത് മുട്ടുപോയല്ലോ. അല്ല, നീയല്ല നേരത്തെ എന്തെല്ലോ ഡയലോഗെല്ലാം ഇളക്കുന്നുണ്ട്. വായും പുറന്ന് നോക്കേണ്ടി വരും അങ്ങനെയല്ല എന്തെല്ലോ പറയുന്ന കേട്ടണല്ലോ. അതിപ്പോ ഞാനങ്ങനെ പറഞ്ഞ അണ്ണനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആനപ്പം അങ്ങനെ പറഞ്ഞേ ഗൈസ്. നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്നേ. അണ്ണക്ക് എന്തെല്ലോ ആയിട്ടുണ്ട് ഗൈസ്. നീ കൂടുതൽ ഡയലോഗൊന്നും നടക്കല്ലേ. പൈസ ഞാൻ കൊടുത്തോളൂ, മതിയായില്ലേ? അങ്ങനെ വൈക്കുവാ. എടാ നീ കൂടുതൽ ചിലയല്ല. നീ കുറേ നേരമായി എൻ്റെ കാറിൻ്റെ പൈസയും കൊടുക്കടോ എന്നിട്ട് ബില്ല് ഡയലോഗ് കളക്കുന്നു. ഇങ്ങനെയുണ്ടോ ഓരോരുത്തന്മാർ? അണ്ണൻ ദേഷ്യപ്പെടല്ലേ. ഞാൻ അണ്ണനോട് ദേഷ്യപ്പെട്ടാ ഇങ്ങനെല്ലാം ദേഷ്യപ്പെടാവൂ അണ്ണ? അണ്ണൻ നൈസല്ലേ, സൂപ്പറല്ലേ. അണ്ണൻ പൈസ കൊടുക്കണേ. ഇതേ വീടു. എടാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ എനിക്കെന്നാന്ന് ഞാൻ കൊടുത്തോളൂ. നീ ബേജാറൊന്നും വേണ്ടട്ടാ. എടാ ഇവിടുന്ന് റൈറ്റേ എടുക്കണേ. അപ്പോൾ നേരെ സിറ്റി 1 പോ. അണ്ണൻ കൂടുതൽ എന്നെ വയ്യെന്ന് പഠിപ്പിക്കില്ലേ. നമുക്ക് വയ്യല്ലോ അറിയാട്ടാ. സിറ്റി 1 ആടെ നമ്മൾ എന്തായാലും എത്തു. ഞാനല്ലേ ഫ്രണ്ടിൽ പോന്ന്, എന്തായാലും എത്തു. എത്തിയാൽ മതി. സിറ്റി 1 എത്തണേ, വേറെ എവിടെയും പോറേ. ഈ അണ്ണൻക്ക് ഒരു വിശ്വാസമില്ല. ഞാ എന്തുവാണ് ഇങ്ങനെ? ഞാൻ തിരിച്ച് അണ്ണൻ്റെ വീട്ടിലേക്ക് വന്നത് ഇരുട്ടി തന്നെയല്ലേ. പിന്നെ അണ്ണനക്ക് കുഴപ്പോ? ഈ അണ്ണനക്ക് എന്നെ ഒരു വിശ്വാസമില്ല കേട്ടാ. ഇങ്ങനെയല്ല ആയാൽ എന്താ ചെയ്യൂ ഇപ്പോ? കുഴപ്പമൊന്നുമില്ല. നീ ഏതായാലും വണ്ടി വിട്. സിറ്റി 1 എത്താറായി. നിന്റെ ശല്യം ഉണ്ടാവില്ല. നീ ഏതായാലും വേഗം പോട്ടാ. എന്തോന്ന് പറഞ്ഞല്ലേ അതിൻ്റെ ഇടയ്ക്ക്? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്തോ പറഞ്ഞ് അമ്മനെ എന്തോ പറഞ്ഞിനി കേട്ടിട്ടില്ല. അതെനിക്ക് തോന്നിയതായിരിക്കോടാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി നീ എന്തല്ലോ എനിക്കിത് നായിനാ? നായിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ. നീ ഏതോ ഒരു ലോകത്താ ഉള്ളേ. അവിടെ ഇവിടുന്ന് റൈറ്റാന്നേ അടുക്ക്. റൈറ്റ് എടുത്തോ. ഇവിടുന്ന് റൈറ്റ് അല്ലേ? ഇതാരുടെ സർവീസിൻ്റെ അണ്ണ? അണ്ണൻ്റെ ചങ്ങായിൻ്റെ ആണോ? ആടാ, ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, രമേശൻ്റെ ആടാ. നീ ഏതായാലും പോയി വണ്ടി പാർക്ക് ചെയ്തിട്ടോ. ഞാൻ വിളിച്ചു പറഞ്ഞു അടുത്തേക്ക്. പാർക്ക് ചെയ്തിട്ട് വേഗം വാ. അണ്ണാ ഒരു പാർക്ക് ചെയ്താൽ പോരാ അണ്ണാ? നാട് വെച്ചിട്ടാ രമേശിനോട് വന്നെടുക്കാൻ പറഞ്ഞ അടുത്തോളടാ. അതിനോട് പറഞ്ഞേച്ചില്ലേ. നീ ഏതായാലും വന്ന് കാറി കയറും. വാ പോയേക്കാം. ഇവിടുന്ന് നേരെ ഇനി നമുക്ക് നേരെ മൗണ്ടൈന് വീട്ടിൽ പോകാം. എന്നാ പറഞ്ഞാലോ മറ്റേ ഏതായാലും വേഗം പോയേക്ക്. ഇവിടെ നിന്നിട്ട് ചൂടെല്ലാം എടുക്കും, പേന്ത് പിടിക്കുന്നു. വേഗത്ത് വീട്ടിൽ പോയിട്ട് പോകണം, AC-യിൽ കിടന്നുറങ്ങാൻ. വേഗം പോവാലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കാറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് ഏതായാലും നമ്മൾ ഇനി പുറക്കേക്കാണ് പോകുന്നത് ഗൈസ്. മൗണ്ടൈനിലാണ് നമ്മുടെ വീട്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഏതായാലും നേരെ റിവേഴ്സ് എടുത്ത് വേഗം പോയേക്കാം ഗൈസ്. അപ്പോൾ എടാ, എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം? കാറ് എങ്ങനത്തെ വർക്കാണ് നീ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് കാർട്ടും വർക്ക് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അണ്ണൻ്റെ അഭിപ്രായം എന്താണ്? അണ്ണൻ്റെ വർക്ക് ചെയ്താൽ പൊളിച്ച് അണ്ണൻ്റെ ആൾക്കാരെ ചെയ്തേ. അണ്ണൻ തന്നെയല്ലേ ഇതിന്
കാർട്ടൂൺ വർക്ക് എങ്ങനെ എന്താ അണ്ണ അണ്ണന്റെ അഭിപ്രായം പോലെ ഞാൻ ചെയ്യാം. കാർട്ടൂൺ വർക്ക് കുഴപ്പമില്ലടാ, അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ്. നല്ല വൃത്തിക്ക് ചെയ്താൽ അത് നല്ല രസം ഉണ്ടാവും. കാർട്ടൂൺ വർക്ക് തന്നെ നീ ചെയ്താൽ അതാണ് നല്ലത്. എന്നാ അത് ചെയ്യാലേ അണ്ണ. കാർട്ടൂൺ വർക്ക് തന്നെ രസം തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ വർക്കാണ് ഗൈസ്. അണ്ണ അതാരാന്ന് പോലീസിലണ്ണ വണ്ടി എടുക്കാൻ വേമ്പൂ. കഷ്ടകാലത്തിന് ഇത് ഇവിടുന്ന് പോലീസും വന്ന് ഇതിപ്പോൾ എന്നാ ചെയ്യുക? നമ്മൾ വണ്ടി പോയി ഇതിൻ്റെ കാർട്ടൂൺ വർക്കൊക്കെ ഇപ്പം നിൽക്കും കേട്ടാ. പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി പോകണ്ടേ, നമുക്ക് വേഗം എന്നാൽ കത്തിച്ച് വിട്. ഇത് ഏടുന്ന ഈ പോലീസ് വന്ന് പിറകിൽ തന്നെ ഉണ്ട്, പോകുന്നില്ല. ഇപ്പം എന്നാ ചെയ്യുക? അണ്ണേ ഏതായാലും പേടിക്കുന്ന അണ്ണ. എനിക്കിപ്പോ കുറെ ഫൈനലുണ്ടാവും. നിർത്താണ്ട് പോയതിന് പിന്നെ എന്റെ വണ്ടി നന്നാക്കണ്ടേ മോഡിഫിക്കേഷൻ ചെയ്യണ്ടേ, പൈസ അണ്ണനിപ്പോ ഇതോടുന്ന് പൈസ ഒപ്പിക്കുക. നല്ല എന്നല്ലേ അണ്ണ? അണ്ണനക്ക് ലോട്ടറി പോയി അടിച്ചുവിട്ട്. പോലീസ് ഓടിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ ഒരു വളിഞ്ഞ വാർത്താണ്. നീ ബായ് കൂട്ടി ആടിയിരുന്ന അങ്ങനെ രക്ഷപ്പെടാൻ നോക്കട്ട്. കാറിനാണ് ഒരു കൺട്രോളും കിട്ടുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം അതാ പോയി ഇടിച്ച്. അസ്തഗ്ഫിറുല്ലാ, ഇപ്പം എന്താ ചെയ്യുക? വണ്ടിന്നിറങ്ങടായിരുന്നു. പോലീസുമാരെ പറ്റിച്ച് നീയൊക്കെ എവിടെ പോന്നടാ? വീട്ടില് പോലീസുകാരനോട് തർക്കുത്തരം പറയുന്നോടാ. വണ്ടിന്നിറങ്ങടാ നീയൊക്കെ. നീ വായും പൂട്ടി ആടി ഇരിക്കടായിരുന്നു. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാൻ നോക്കും. നീ ഇടക്ക് ഇളക്കല്ലേ, വായ് പൂട്ട്. എന്താടെ രണ്ടാടെ എന്നിട്ട് പെറുവർക്കുന്നേ? ചെങ്ങാട് ഉത്തരയില്ല വായില്. ഇതെന്നാ വണ്ടിന്റെ കോലോ? വണ്ടി കണ്ടാ കുഴപ്പം സാറേ? വണ്ടി നൈസല്ലേ? ഇവിടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാ. സാറിന് എന്താ കുഴപ്പമുണ്ടാ? വീണ്ടും തർക്കുത്തരോടാ. പോലീസുകാരനോടാ നീ സംസാരിക്കുന്നു. മാനിയിൽ സംസാരിച്ചില്ലെങ്കിൽ ഈ വണ്ടിക്ക് അതിനും വലിയ ഫൈനായിരിക്കും ആടാമോ നേരട്ടി. അയ്യോ സാറേ, വേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് മാനസികമുണ്ട്, അതാണ്. മാനസിക രോഗം കാണിക്കാൻ പോയതാണ് സാറേ. അവിടെ എനിക്കെന്നാ കുഴപ്പം? നീ എനിക്ക് ബായ് ബൂട്ടിയാട് നിൽക്കറാ, ഫൈന് നീ കെട്ടിക്കോളാട്ടാ. അയ്യോ അണ്ണ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അണ്ണ വണ്ടിന്റെ സൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. അണ്ണ ഇത്ര നല്ല സൗണ്ട് എവിടെ ഒപ്പിച്ച് എന്റെ വണ്ടിക്ക് ആക്കണം അണ്ണ. നിന്റെ വണ്ടി ആകുന്നില്ല, എൻ്റെ വണ്ടി അതെന്നാ ചെയ്യുന്നത് നോക്കട്ടെ. എൻ്റെ ഒരു വളിഞ്ഞ കോമഡി ആണ് ഇങ്ങനെ അടിക്കുന്നു. നീ സാറെന്നാ പറയുന്നത് നോക്കാം. നിൻ്റെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഇപ്പം തരും. വണ്ടിക്ക് ഡബിൾ ഷോട്ട് എക്സോസ്റ്റ് ആണ്, ന്യൂ എക്സോസ്റ്റ് ആണ്. നല്ല പൊട്ടുന്ന എക്സോസ്റ്റ് തന്നെ അയച്ചിന്. അതിന് കണക്കായ ഫൈനും തരണം. പിന്നെ സൈഡ് വർക്ക് ഗ്രാഫിക്സ് ആണ്, അതിനും നല്ല ഫൈന് കെട്ടണം. ഫൈന് കെട്ടിയാൽ സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടി എടുത്തുണ്ടായി. ഇപ്പം നിങ്ങൾ എൻ്റെ പേര് സ്റ്റേഷനിലായിരുന്നു, എന്നാലാണ് വണ്ടി തിരിച്ചു തരികയുള്ളൂ. അണ്ണാ കേട്ടില്ലേ? അണ്ണ എനിക്ക് മതിയായില്ലേ? അപ്പഴേ പറയുന്നു ഇങ്ങനത്തെ എക്സോസ്റ്റ് ഒന്നും വെക്കണ്ട സാറേ. ഈ അണ്ണന് പറയുന്ന കേൾക്കുന്നില്ലല്ലോ. എന്നാ വേണ്ടേ? ഇപ്പോഴത്തെ പിള്ളേരെ അവസ്ഥ ഇതാന്ന്. ഈ എക്സോസ്റ്റ് എല്ലാം വെക്കൂ. നീയാടാ അതേ ചിലക്കാണ്ട് പായി മൂട്ടിയിരിക്കണായിരുന്നു. കുറെ നേരമായി അത് ഞാൻ വളവളാടിക്കുന്നു. അപ്പൊ നമുക്കെന്നാ സ്റ്റേഷനിൽ പോവാല്ലേ? ആ സാറേ, എന്നാൽ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. സാർ ഈ വണ്ടി എൻ്റെ വണ്ടിയാണ് വേണ്ടത്, ഞാൻ ഓടിച്ചു തരാം അല്ലേ? നിന്റെ വണ്ടി നീ ഓടിക്ക്, പിന്നെ ഈ കിണാപ്പ എന്റെ വണ്ടി കയറി. അണ്ണ ഈ സാർ അണ്ണ എന്തെല്ലാം പറയുന്നേ? അണ്ണ എനിക്കൊന്നും ബായ് തുറക്കാനില്ലേ? നീ ആ സാറിൻ്റെ ബായി എല്ലാം കേട്ടിട്ട് മെല്ലാനോ പോ. ഞാൻ ബേക്കിൽ മെല്ലാനും സമാധാനമായിട്ട് വരാം. എനിക്ക് കിട്ടണോ ഇങ്ങനെ വളവള അളക്കാൻ നിന്നിട്ടല്ലേ അണ്ണാ? ഇപ്പം ഏതായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയാലേ അറിയാമോ എന്താ ഇനി നടക്കാൻ പോകുന്നത് ഗൈസ്. എത്ര ഫൈന് കിട്ടും, എത്ര ചിലവാകുമെന്നൊക്കെ അവിടെ എത്തിയാലേ പറയാൻ പറ്റുകയുള്ളൂ ഗൈസ്. ഇവിടുന്ന് ദൂരം കുറച്ചേ ഉള്ളൂ ഗൈസ് പോലീസ് സ്റ്റേഷനിലേക്ക്. സിറ്റി 1 പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. എന്നാൽ ആ പോലീസുകാരനാ എന്ത് ധൈര്യമാണ് ഗൈസ് എന്നെ ഈ വണ്ടിയിൽ എടുത്തിട്ട് വരാൻ. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവൻ ആ വണ്ടിയിലുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്നോട് ഈ വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞത്. അവൻ ആ വണ്ടിയിലാക്കിയിട്ട് ആരും അങ്ങനെ ഇതാക്കൂലല്ലോ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആ ദൂരമുള്ളൂ ഗൈസ്. നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് സബൊക്കെ ചെയ്യുക ഗൈസ്. 5K ആയാൽ ആരും ഇന്ന് വരെ ചെയ്യാത്തൊരു ഗിവ് ഉണ്ടായിരിക്കുന്നതാണ് ഗൈസ്. 5K സബ്ബാണ്, റോഡ് ടു 5K ആണ് ഗൈസ്. 4022 സബ്ബായിട്ടുണ്ട് ഗൈസ്. ഇനി വെറും 88 സബ്ബ് 98 സബ്ബും കൂടിയാണ് ഗൈസ് വേണ്ടു. അപ്പോൾ ഗൈസ് പോലീസ് സ്റ്റേഷൻ ഇതാ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് ദൂരമാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ളൂ. പോലീസുകാരൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. എടാ ഷെയ്ക്ക്, എനിക്കെന്നാ പറയാനുള്ളത്? ആ വണ്ടി എങ്ങനെയുണ്ട്? ഈ വണ്ടി കൊള്ളാം. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി നമുക്ക് മോടിച്ചാലോ? ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടി ഉള്ളൂ. എനിക്ക് വേറെ എന്താ വേണാടാ? ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഓൻ്റെ ഒരു വളിഞ്ഞ വർത്താനം.
ഇനിയിപ്പോൾ ഏതായാലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. മെല്ലനെ ഇവിടെ കറക്റ്റ് പാർക്ക് ചെയ്ത് വെക്കാം ഗൈസ്. പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താവുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ സാറേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പറയാ അവിടേക്ക് ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നു. ഗൈസ് അപ്പം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. സാർ അവിടെ മൂലക്ക് പാർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഗൈസ്. ഇവിടെ ഫ്രണ്ടിൽ പോലീസ് വണ്ടികൾ മാത്രമാണ് നിർത്തി വെക്കാറുള്ളൂ ഗൈസ്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് സാറ്. അപ്പോൾ ഗൈസ് നമ്മുടെ സിവിക്ക് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബൊക്കെ ചെയ്യുക ഗൈസ്. നമ്മുടെ സിവിക്കിന് തിരിച്ച് കിട്ടുമോ എന്നറിയില്ല ഗൈസ്. ഫൈനോ അടിച്ചാൽ തോന്നുന്നു. അണ്ണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സിവിക്ക് ഏതായാലും നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചില്ലേ നമുക്ക് കയറി അടിക്കാം. ചെന്ന് നീ കയറിക്കൊടു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ വണ്ടി തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കണം. ഫൈനിൻ്റെ പൈസ ഇപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ ലോവർ ചെയ്ത വണ്ടിയാണ്. പിന്നെ സൈഡ് 2 വർക്കും ചെയ്തിട്ടുണ്ട്. 2 സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഫുള്ള് ടിൻറ്റഡ് ഗ്ലാസ് ആണ്. 100% ടിൻറ്റഡ് ആണ്. 10 ലാക്ക് ഫൈൻ തന്നെ നിങ്ങൾ എന്തായാലും അടക്കണം. എന്നാലാണ് നിങ്ങളുടെ വണ്ടി തിരിച്ചു കിട്ടും. പിന്നെ അലോയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഫുള്ളും മാറ്റിയിട്ടുണ്ട്. ഇൻറ്റീരിയർ പിന്നെയും കുഴപ്പമില്ല. ഇൻറ്റീരിയർ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. പിന്നെ എക്സോസ്റ്റ് അത് നാട്ടുകാർക്ക് മുഴുവന് ബാധിക്കുന്ന സൗണ്ട് തന്നെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഈ ഫൈൻ അടച്ചാലാണ് നിങ്ങൾക്ക് ഇനി ഈ വണ്ടി എടുത്തു കൊണ്ടുപോകാൻ പറ്റും. അത് സാറ് ഇനി ഫൈൻ അടക്കേണ്ട തീയതി എപ്പാണ്? ഫൈൻ അടക്കേണ്ട തീയതി മറ്റന്നാളിൻ്റെ ഉള്ളിൽ ഫൈൻ അടച്ചാലാണ് നിങ്ങളുടെ വണ്ടി തിരിച്ചു കിട്ടുകയുള്ളൂ. നിങ്ങൾ ഏതായാലും ഇപ്പം പോയിട്ട് നാളത്തേക്ക് വരണം. എന്നാലാണ് നിങ്ങളുടെ വണ്ടി തിരിച്ചു തരൂ. നാളെയാണ് നിങ്ങളുടെ വണ്ടി തിരിച്ചു തരുക. അപ്പോൾ സാറേ എന്നാലേ നമ്മൾ പോയിന്. എടാ അപ്പോൾ ശരിക്കും നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് വിട്ടേക്കാം. പിന്നെ നമുക്ക് ആ പുറത്ത് പോയിട്ട് ടാക്സി മാറ്റം എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ അണ്ണാ സന്തോഷമായില്ലേ? 10 ലേക്കാണ് ഫൈനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി എങ്ങനെ അടക്കും ഇപ്പോ? അണ്ണനിപ്പോൾ ഏതായാലും ടാക്സി വിളി. എന്നിട്ട് നമുക്ക് പുറക്കുപോയിട്ട് എന്തെങ്കിലും ആലോചിക്കുക. സന്തോഷമായി. എടാ ഞാനേതായാലും ടാക്സിനെ വിളിച്ചിട്ടുണ്ട്, വരാന്നാണ് പറഞ്ഞത്. അണ്ണാ ഇനി ഏതായാലും നമുക്ക് പുറക്കുപോയിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അണ്ണാ ടാക്സി വന്നിട്ടുണ്ട്. വേമ്പാ കയറാലോ. വേഗം പാടാ. കയറി ടാക്സിയാണ്. വെറുതെ വൈകിപ്പിക്കണ്ട. വാ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ടാക്സിയിൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. ഇനി ഏതായാലും സാറേ നിങ്ങൾക്ക് എവിടത്തേക്കാണോ വേണ്ടത്? നേരെ മൗണ്ടനിലേക്ക് കിട്ടോ. വേഗം പോണേ, ഞങ്ങൾക്ക് വേഗം പുറക്കുപോണ്ടേ. അപ്പോൾ ഗൈസ് ഇനി ഏതായാലും നേരെ മൗണ്ടയിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ മൗണ്ടയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയാൽ നമ്മുടെ വീട്ടിലെത്തുന്നതാണ്. ശരിക്കും കുറേ നേരമായാലും ഉറങ്ങുന്ന എണീക്കറാ. പൊരെത്തിയാ എത്തിയല്ലേ? നമ്മേ പോയി ഉറങ്ങട്ടെ. അപ്പോൾ ചേട്ടാ പൈസ ഗൂഗിൾ പേ ചെയ്തേക്കാം. മോനെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഗൈസ്. നമ്മുടെ സിവിക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.